ഇന്റെ അന്നത്തെ കോലം നിങ്ങൾ ആരും സെർച്ച് ചെയ്തത് കാണരുത്. അത് യൂട്യൂബിൽ നിന്ന് എടുത്തു കളഞ്ഞ് അത് എൻ്റെ മോൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞെന്താ പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇത് അറിയെങ്കിൽ ഞാൻ നിങ്ങളെ മോനായിട്ടേ ജനിക്കൂലേ. പോടായിരുന്നു അത് തന്നെ. അതാ ഇവിടെ പറയണ്ടേ, മനസ്സിൽ നീ കയറി കാണേണ്ടതാ മക്കളെ. ആഹാ, അതായത് ഇവളെങ്ങനെ നായികനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള ഞാനാണേ കറങ്ങണം, അതും വെള്ളത്തിൽ നിപ്പിച്ച്. നായ്ക്കൾ പണി തന്നത് നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറിയോൻ പെണ്ണ് കെട്ടാൻ പ്രായമായി. നമസ്കാരം. ഞാനും ജലാലും കൂടെ ഇപ്പോൾ ഇവിടെ എന്തിനായിരിക്കുന്നതെന്ന് വെച്ചാൽ, ക്രാബ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ 3 വർഷം മുമ്പുള്ള തുടക്കകാലത്ത് ഞാൻ ഇവരുടെ പരിപാടിയിൽ പങ്കെടുത്താണ്. അതിൻ്റെ തുടക്കത്തിൽ അപ്പോൾ അവർ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇൻഫിനിറ്റി തക്സ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അവതാരകരൊന്നുമില്ല. പെട്ട പോലെ ഈ 2 മീൻ ഇതിൻ്റെ അകത്ത് ബോളിൻ്റെ അകത്ത് പെട്ട പോലെ ഇതിൻ്റെ അകത്ത് പെട്ട് കണ്ടോ, അതാ കണ്ടോ, പെട്ടോല് ഇവിടെ വന്ന് പെട്ട് എന്നിട്ട് തമ്മാമിൽ എന്തൊക്കെ പറയുന്നോ അതിനകത്ത് കിട്ടുന്ന തഗ്, ആ തഗ്ഗാന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുക എന്നുള്ള എടാ മീൻ നമ്മളെ കളിയാക്കാൻ സംശയം അല്ലേ. ഇത്ര നേരം ആ നല്ലോണം അങ്ങോട്ട് തിരിഞ്ഞു തന്നെ ഈ 2 കുരുത്തം കെട്ടതും ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടിപ്പം ജലാലെന്ന് എന്തായാലും വിളിക്കുക. അതെന്താ ഇന്നെ മാത്രം എന്നെ കളിയാക്കാൻ പാടില്ല. കിട്ടൂല മീനിന്റെ അക്ഷരം കിട്ടൂല. മീൻ എന്നിട്ട് എന്നെ വേറെന്തോ വിളിക്കുക. അപ്പൊ നമ്മള് പറഞ്ഞു കൊടുക്കണം പറ്റിച്ച് കുറച്ചേരം വരും. മനസ്സിലാക്കിടാ മനസ്സിലാക്കി എവിടെയോ ഉണ്ട്. അപ്പൊ പറ ഇനി എന്താ പറയാനുള്ളത്? ഞാന് ഷാഫി തൊട്ടടുത്തിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പക്ഷെ ഞാനായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ അനുഭവിച്ച നമ്മുടെ പ്രേക്ഷകരും കേൾവിക്കാരും CD വാങ്ങിയവരും പാട്ട് കേട്ടവരും യൂട്യൂബ് കണ്ടവരും TV കണ്ടവരും സിനിമ കണ്ടവരും ആസ്വദിച്ചതിന്റെ പിന്നില് നമുക്ക് രണ്ടാക്കും നമ്മളതായിട്ടുള്ള കുറെ അനുഭവങ്ങൾ പറയാനുണ്ട്. സത്യം. അതിൽ ഞാന് അത് പറഞ്ഞപ്പം പറയാ മാത്രമുള്ള ലൈഫ്. തുടക്കത്തില് ദിൽഹ ഫാത്തിമ ഇറങ്ങിയ അവിടെ അതിന്റെ മുമ്പേ തുടങ്ങിയ തുടക്കമാണ് നമ്മള്. ദിൽഹ ഫാത്തിമ ഇറങ്ങിയിട്ട് ഒരു ദിവസം ബസ് സമരത്തിന് സമയത്ത് ജീപ്പിൽ ഇവിടുന്ന് വരിക, വടകര ഭാഗത്തുനിന്ന് പരിപാടിയുണ്ട്. കൊല്ലത്ത് എത്തുന്നവരെ, എൻ്റെ നാട്ടിൽ ഇറങ്ങുന്നവരെ ജീപ്പിൽ ദിൽഹ ഫാത്തിമ പാടിക്കൊണ്ടിരിക്കുന്നു. പോലിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. കൊല്ലത്തുള്ള ചെറിയവനാണിത്, ഞാനാ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയാനുള്ള ഒരു ചാൻസ്, ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നില്ല. ഇവർ വൻ ജീപ്പിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് ഇതിങ്ങനെ കേൾക്കുകയും ചെയ്യും. അവസാനം ഒരു 10, 20, 25 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയല്ലോ. ഞാൻ ഇറങ്ങാൻ നേരത്ത് എനിക്കിത് എങ്ങനെ പറയണോ. അപ്പോൾ കിളിയില്ലേ, അപ്പം പറഞ്ഞ നിങ്ങളിവിടെയാ, ഇവിടെ ഇടോ അല്ലേ ആ ചെക്കൻ്റെ വീട്, ഭയങ്കരം ഏതോ വലിയ പൈസക്കാരൻ്റെ വീട്ടിലാന്ന് മറ്റേ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞു ആ പൈസക്കാരൻ ഞാനാണ്. ഇങ്ങനെ ഇപ്പം 150 റുപ്യേൻ്റെ ഒരു പരിപാടിയും കഴിഞ്ഞ് വരികയാണ്. അയിമന്നിപ്പം നിങ്ങൾക്ക് 15 റുപ്യ തരണ്ടേ. ഇതാണ് എൻ്റെ സ്ഥിതി. അപ്പം ഞാനവനോട് അത് പറയലും, അന്ന് പിന്നെ മൊബൈലും ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, ആരും ചാടിപ്പടഞ്ഞ് ഫോട്ടോ ഒന്നും നിർത്തിയില്ലെങ്കിലും എനിക്ക് കൈ തന്ന് എൻ്റെ ആദ്യത്തെ പ്രോത്സാഹനം അതിലായിരുന്നു. കാരണം ഇവർ കാണുമ്പം വിചാരിച്ചത് ഞാനേതോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് താമസാക്കി, നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ബന്ധുമാരുടെ അതുണ്ട്. പക്ഷെ ഓലെല്ലാം ഭയങ്കര ഹൈടെക് ടീമാണ്. ഞാൻ ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡും അതുപോലെ മ്യൂസിക്കിൽ എന്തെല്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയ ജൂനിയർ എ ആർ റഹ്മാൻ എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ പുറമേ ഉള്ളവരെ കഥ പറയും, നമ്മളെ നാട്ടുകാരല്ല. നിങ്ങൾ സത്യം അറിയണം, ഒരു ബന്ന് 2 കഷ്ണാക്കി തിന്നിട്ടാണെങ്കിൽ ആൾ ഇത് കൊണ്ടു കൊടുക്കുന്നേ. ആടുന്ന് അങ്ങോട്ട് ബസ്സിന് പോകാൻ പൈസ ഇല്ല. പോയിടത്തിൽ മുഴുവൻ ഞങ്ങൾ അന്ന് DVയിലാക്കി കൊണ്ടു കൊടുക്കുക. സാർ പ്ലീസ്, ആരോടെ പറയുന്നേ? നമ്മളെ ലൊക്കാലിറ്റിയിലെ കേബിൾസൊക്കെ മാനേജ് ചെയ്യുന്ന കേബിൾ TVക്കാരോടാണ് പറയുന്നത്. മെയിൻ ചാനലിൻ്റെ ഓഫീസിൽ പോലും അല്ല ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ നോക്കട്ടെ അതൊക്കെ സൗകര്യം ഉണ്ടോയെന്ന് അറിയില്ല. അല്ല എന്നാലും നിങ്ങൾ ശ്രമിക്കാമെന്ന് പറഞ്ഞില്ല നിങ്ങളോട്. അപ്പം വിവരം ഒന്ന് വിളിച്ചു പറയണമെന്ന് പറഞ്ഞാൽ ആളങ്ങ് ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു വിവരമില്ല.
അപ്പോൾ ഒരു മൊബൈല് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിയിട്ട് അതിങ്ങനെ വെച്ചു തരണ്ട്. ഞാൻ മലയിൽ നിന്ന് ഉണ്ണിയേട്ടനോട് പറഞ്ഞ്, ഉണ്ണിയേട്ടൻ നമ്മളെയൊന്നും ആരും വിളിക്കുന്നില്ല. ഉണ്ണിയേട്ടൻ പറഞ്ഞ് വെയിറ്റ്, വിളി വന്നാൽ പിന്നെ നീ ഓഫാക്കും. ആ വാക്ക് ഭയങ്കര അച്ചട്ടായി പോയി. ആദ്യത്തെ വിളി കാസർഗോഡ് നിന്ന്. പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങ് രാജാവായില്ലേ. അതായത് വേറൊന്നുമല്ല, പിന്നീട് ഇതേ ചാനലുകളിൽ നിന്ന് DV വാങ്ങാൻ ഇങ്ങോട്ട് വരുത്താ. ജലാലിനെ വിളിക്കുമ്പോൾ ജലാൽ പറയും ആലോചിക്കട്ടെ, ഇത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനമായിട്ടില്ല. ഇനി അങ്ങനെ കുറെ പുട്ടും കടലും അടിച്ചു. എനിക്കൊരു 5 പൈസ. എന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ കുറേ ബിരിയാണി തിന്നണം. കാരണം ആകെപ്പാടെ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടും വിളിച്ച കല്യാണത്തിന് പോയിട്ടുമൊക്കെ നാടുകളിൽ ഉണ്ടാകുന്ന കല്യാണത്തിനും ചടങ്ങിനൊക്കെ ബിരിയാണി കിട്ടുക. അല്ലെങ്കിൽ മൊയിലൂത് വരണം, അല്ലെങ്കിൽ ഈ കള്ളച്ചോറടിക്കണം പോയിട്ട് ആരും അറിയാണ്ട് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിലെ കല്യാണത്തിനൊക്കെ. അങ്ങനത്തെ ഞങ്ങൾ വാശിക്ക് കുറച്ച് പൈസ കിട്ടി തുടങ്ങിയപ്പോൾ, പരിപാടി കിട്ടി തുടങ്ങിയപ്പോൾ മലയിൽ മാങ്കാവ് മലയിൽ സ്റ്റുഡിയോൻ്റെ അടുത്തുള്ള ഒരു കിടലൻ ബിരിയാണി പീടിയുണ്ട്. ഇപ്പോൾ പൂട്ടിപ്പോയി. നമ്മൾ രണ്ടാൾ തിന്നിട്ടാണോ എന്നറിയില്ല. തിന്ന് ഞാൻ തടിച്ച് ഇവൻ കൂമൻ ഊതിയ ഉണ്ട് പോലെ ഇപ്പോഴും അങ്ങനെ തന്നെ. സത്യം, അത് എത്ര വർഷം കഴിഞ്ഞിട്ടും നീ എന്താ തടിക്കാണ്ടായി പോയേ? ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കണത് കുറെ ആള് ചോദിക്കുന്നുണ്ട്. നീ ബിരിയാണിക്ക് അതിൽ മുള്ളാടി ഒന്നല്ലാതെ തിന്നെ. ഒരു ഭാഗ്യമാണ് ഇതിലെനിക്കില്ലേ. പിന്നെ നമ്മള് പരിപാടിക്ക് പോയിട്ട് ആ ഒരു കത്തി നിൽക്കുന്ന സ്ഥലത്ത് വർക്കലയിൽ പരിപാടിക്ക് തരണം. 2 സൈഡില് ചിങ്കാരി വേളം. അപ്പോൾ ആൾ ഇപ്പോഴും ഉണ്ട് പുറയില്. ഓരോരുത്തർ പോയാലും ഓരോ ഗിഫ്റ്റ് പലതും കൊണ്ടുതരുന്നത്. ഒരു വടിവാൾ എനിക്കും, പിന്നെ രേനത്തെ. ഞാനൊക്കെ വാള് പിടിച്ചിട്ട് പിന്നെ ഉണ്ട് സലീം. ഇനി വാള് പിടിച്ചപ്പോൾ 2 വാള് നടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു കുന്തോ ഒരു വാളും. അങ്ങനെ പറയുന്നേക്ക് രേനത്ത് വാളും പിടിച്ചിട്ട്. സത്യത്തിൽ രേനത്ത് ഭയങ്കര അമറിലല്ലേ, മറ്റേ അച്ചടക്കത്തോടെ ചുരിദാറാണെങ്കിലും കൂടി ആ വട്ടമൊത്ത് എന്തെങ്കിലും ചുറ്റിയിട്ടല്ലേ അതും ഇതും പിടിച്ച് വരുന്നുണ്ട്. ഒരു ഝാൻസി റാണി ആണെങ്കിൽ മറ്റേ കേരളീയ വേഷാംഗം വേണ്ടേ. ഇത് ഒരു ബന്ധമില്ലാണ്ട് എന്നോട് ചിരിച്ചു പോയി. ശരിക്കും നമ്മൾ മറ്റേ നാട്ടിലെ ഉത്സവത്തിന് എഴുന്നള്ളത്തിലും പോകുന്ന മാതിരി ഞാനും ഇവനല്ലേ ചെണ്ടയും മുട്ടിയിട്ട് വാള് പിടിച്ചിട്ട് ഞാൻ. കേരളത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ പാട്ട് നമ്മൾ ഉണ്ടാക്കിയ പാട്ടില് ഷാപ്പി പാടിയ പാട്ടിന് എനക്ക് വാള് പൊന്തിനോ സത്യം പറയാം. ഇന്ന് സലീമിന്റെ ഇന്റർവ്യൂല് ആ വാള് കാണിച്ചിട്ടുണ്ടായിരുന്നു. നന്നായി നാളെ തന്നെ വരൂ മറ്റൂല. അതും സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, പിച്ചളെല്ലാം ഉണ്ടാക്കിയില്ലേ. എന്റെ വാള് എവിടുന്ന് വഴിയിൽ വെച്ച് ഞാൻ മൂർച്ചാക്കി പുറയിൽ വെച്ചിക്ക്. കള്ളന്മാരൊന്നും അങ്ങോട്ട് വേണ്ട. എന്തിനാന്നറിയോ, ആരെങ്കിലും ബിരിയാണെങ്കിൽ സ്വയം കുത്തിയങ്ങ് മരിച്ചേ. പിച്ചളന്റെ പക്കാ വാള്. എന്നിട്ട് ആ പരിപാടിക്ക് പറ്റി പറ. ആ പരിപാടിക്ക് പോയിട്ട് എന്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ ഇപ്പോൾ ഒരു പാട്ട് പാടി. അന്ന് ഞാൻ ഷാഫിന്റെ കൂടെ അന്ന് ആ ഒരു വർക്കിൽ നിന്നൊരു ഇതിലാണ് ആ പരിപാടിക്ക് വരുന്നത്. ഒരു വർക്കോ അല്ല, ആ സമയത്തുള്ളത്. അപ്പൊ ഒരു പാട്ടിൽ പെട്ടെന്നൊരു കേരളത്തിലുണ്ടായ ഒരു തരംഗത്തിൽ ഒരു പാട്ടുകാരന് ആ ഒരു നാട് കൊടുത്ത സ്വീകരണം. ജലാല് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ കിനാവ് എന്ന് പറഞ്ഞ വർക്കിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകളിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ രാജീവ് ഏട്ടൻ്റെ ഓഡിയോ വേൾഡിൻ്റെ രാജീവ് ഏട്ടൻ്റെ അടുത്ത് ജലാല് മമ്മാലി കൊമ്പത്ത് വരമ്പത്തോ ആ സാധനത്തിൻ്റെ എനിക്ക് അതിലൂടെ അവനെ പരിചയമുണ്ട്. അതിൻ്റെ സെക്കൻഡ് ബോളി എങ്ങാനും അടക്കി വെക്കുന്നത് ജലാല് കുത്തുന്നു. ഞാൻ നിങ്ങൾ മിമിക്രിക്കാരനല്ലേ ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഇതാണ്, ഞാൻ സ്വന്തം വർക്ക് കൊണ്ടേക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് കണ്ട്. പിന്നെ കാണുന്നത് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനമല്ല, അതിന് വേണ്ടിയിട്ട് തറക്കല്ലിടലോ എന്തോ. അന്ന് ഞാൻ കൽബാണ് ഫാത്തിമ ഹിന്ദി തമിഴ് മലയാളത്തിൽ പാടി. അപ്പം ജലാല് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നമുക്ക് നോൺ സ്റ്റോപ്പ് പോലെ വേറെയും പാട്ടുകൾ ഇങ്ങനെ ആക്കിക്കൂടെ. കാസർഗോഡ് കോളേജിൽ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. അപ്പം കലീൽ മാഷോ അറിയണു. കാസർഗോഡ് കോളേജിലാണല്ലോ പിന്നീട് പോകുന്നു. ഐഡിയാസൊക്കെ വരുന്നു, ഇങ്ങനെ ഉണ്ടാകും. ഞാൻ ആശിച്ച സാലിമ എന്ന് പറഞ്ഞ വർക്ക് താജുക്ക പാടിയ പാട്ട്. പിന്നെ എനിക്ക് അഭിനയിക്കാൻ ആദ്യമായിട്ട് അവസരം. അപ്പം എൻ്റെ കൂടെയുള്ള റഫീഖ് വടകരയാണ് ജലാലിൻ്റെ അടുത്ത് പറയുന്നത്, തലേന്ന് റഫീഖ് മനോഹരമായ അഫ്സൽക്ക പാടിയ മിശ്ര രാജൻ പാട്ടിൽ അഭിനയിച്ച് പിറ്റേന്നൊരു പാട്ടിൽ അഭിനയിക്കാൻ ആരംഗം വേണം. എൻ്റെ അന്നത്തെ കോലം നിങ്ങൾ ആരും സെർച്ച് ചെയ്തത് കാണരുത്. അത് യൂട്യൂബിൽ നിന്ന് എടുത്തു കളഞ്ഞ്. അത് എൻ്റെ മോൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞെന്താ പറഞ്ഞാൽ,
ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇത് അറിയെങ്കിലും ഞാൻ നിങ്ങളെ മോനായിട്ടേ ജനിക്കൂലേ. അപ്പം അത് എത്ര നല്ലതായിരിക്കും ആൽബം. എന്റെ കോലം ഇവിടെ ഞാൻ ഇടപെടുന്നുണ്ട്. ഷാഫി പാട്ട് കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോ സത്യത്തില യൂട്യൂബിലുണ്ട്. കേക്ക് യൂട്യൂബിലില്ല, എന്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ അതില് ഷാഫി അത് ആള് കാണരുതെന്ന് എത്രത്തോളം ആഗ്രഹിക്കണ്ടോ. ഞാൻ അഭിനയിച്ചൊരു പാട്ട് നിന്നെ കള്ള ഹമുക്കള് പറ്റിച്ച, എനിക്ക് അഭിനയഭ്രാന്ത് മൂത്തിട്ട് ഞാൻ മെലിഞ്ഞിട്ടാ എന്റെ രണ്ട് കവളത്തും പഞ്ഞി തിക്കി നിറച്ചിട്ട് പണി തന്നെന്ന് വെച്ചാൽ കവിള് വെച്ച നായകനെ ജനങ്ങള് അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പഞ്ഞി കുത്തി തന്നിട്ട്. അങ്ങനെ ജലാലും ഞാനും കൂടെ തടിക്കാനുള്ള ഒരു ഗുളിക ഇറങ്ങി അന്ന്. ഞങ്ങളെ പ്രായമുള്ളവർക്ക് ഓർമ്മ ഉണ്ടായി. എന്തോ ആയിക്കോട്ടെ അത് തന്നെ, അതാ ഇവിടെ പറയണ്ടേ. അത് തടിക്കാനുള്ള നീര് പോവാനുള്ള തടിക്കാൻ വേണ്ടിയുള്ള ഗുളിക തിന്ന് ജലാലിന്റെ വൺ സൈഡ് മാത്രം തടിച്ച് കാണണ്ട കോലേനത്. പിന്നീട് എങ്ങനെയാണെന്നറിയില്ല അത് മേടിച്ചു കൊണ്ടത് അത് കൊണ്ടാന്ന്. അങ്ങനെ ഞാൻ ആശിച്ച സാലിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ പോകുന്നു. ഇതിൽ ചിരിക്കാനും ചിന്തിക്കാനും ചിലപ്പം കരയാനും ഉണ്ട്. അത് എനിക്കേ ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ ജയേന്ദ്ര ശർമ്മൻ്റെ ഡയറക്ഷനിലാണ്. നമ്മുടെ ജയകന്ധേട്ടൻ്റെ ക്യാമറയിൽ നിസാർ മലയിൽ കൺട്രോളറായിട്ടുണ്ട്. രാജീവ് ബിഫോർ യു പിന്നെ കൊറിയോഗ്രാഫറായിട്ടുണ്ട്. രാജീവ് ബിഫോർ യുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്റ്റെപ്പ് കളിക്കാൻ അറിഞ്ഞൂടാത്ത ഞാൻ മനസ്സിൽ നീ കയറി കാണേണ്ടതാ മക്കളെ. ആഹാ അന്തസ്. എടാ ഇടക്കിടക്ക് അത് പറയണ്ട വല്ല ആവശ്യവും. അങ്ങനെ 2 സ്റ്റെപ്പ് ഞാൻ കളിച്ചതുണ്ട്. അത് കണ്ട നിങ്ങൾ ജീവിതത്തിൽ എന്നെ പരിപാടിക്ക് വിളിക്കില്ല. അങ്ങനെ പിന്നെ ആ കോലം വെച്ച കോലം പോലത്തെ ഞാൻ ആരാനോടൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഡ്രസ്സ് വാങ്ങിയിട്ടാണ് പോകുന്നത്. ഇവൻ്റെ അവിടെ ആദ്യത്തെ നായികയായിട്ട് പിന്നെ ഒരടിപൊളി സീന് എനിക്ക് തന്ന്. അതായത് ഇവളെങ്ങനെ നായികനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള ഞാനാണേ കറങ്ങണം, അതും വെള്ളത്തിൽ നിപ്പിച്ച്. നായ്ക്കൾ പണി തന്നത് അല്ലേ. അങ്ങനെ വിളിച്ചതിലൊന്നും വിചാരിക്കേണ്ട, നന്ദിയുള്ള ജീവിയാകും, തിരിച്ച് വിളിക്കേണ്ടേ ആകും വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവളെ എടുത്തിട്ട് ധന്യല്ലേ നായിക കറങ്ങി തിത്തൊക്കെ ചെയ്തോന്ന് പറയാം. അമ്മ വീണ ഓർമ്മയില്ല എനിക്ക്. വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വാ എടാ റെജില ഇത് കാണും. എന്തായാലും കാണും. എന്റെ പ്രിയപ്പെട്ട ആയിക്കോട്ടെ ഭാര്യയെ കുറിച്ചിട്ട് നല്ല ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് അതിലേക്ക് പോയി കണ്ടോ. അതൊക്കെ കടന്നോട്ടെ. ഞാൻ കരുതി കൂട്ടി വീണെന്ന് പറഞ്ഞാൽ ഓള അതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കേണ്ടി വരും. നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറിയോൻ പെണ്ണ് കെട്ടാൻ പ്രായമായി. എനിക്ക് കയ്യിൽ അടി വാങ്ങാൻ പറയട്ടെ. ഇതെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് തിരിയണ്ടേ. ഒരു പൊറാട്ട കഥയാണിത്. അതായത് ജയേന്ദ്ര ശർമ്മ ഞാനും എനിക്കിൻ്റെ ഭാഗം അഭിനയിച്ച് പോയാൽ മതി. പിറ്റേന്ന് വേറെ പാട്ട് ആർദോ ഷൂട്ട് ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് ഷൂട്ടിങ് എന്താണെന്ന് പഠിക്കണം, എഡിറ്റിംഗ് എന്താണെന്ന് പഠിക്കണം. ഞാനങ്ങ് കൂടി. ഞാനും ഇവിടെ നിൽക്കട്ടെ. ആകെ 2 ഡ്രസ്സേ ഉള്ളേ. അത് തിരുമ്പോൾ ആറിയുടെ ഇങ്ങോട്ട് പോവാം. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിച്ച കോസ്റ്റ്ലി ആയ ഒരു സംഭവത്തിൽ നിന്ന് ആൽബം ചെയ്തവരല്ല എന്ന് പറയാൻ വേണ്ടിയേ വരുന്നേ. ഇവൻ കാക്ക കുഞ്ഞുങ്ങൾക്ക് കൂട് കെട്ടാൻ അല്ല മറ്റേ ഭക്ഷണം തേടിപ്പോവില്ലേ, അതുപോലെ രാവിലെ ഇറങ്ങിപ്പോവും. ഏടുന്നെങ്കിലും എന്തെങ്കിലും പൈസയും സംഘടിപ്പിച്ച് വരുന്നവരെ ഞാൾ കാത്തിക്കൂ. ഞാളിങ്ങനെ കാത്തിക്കും. അങ്ങനെ ഞാൻ ജയേട്ടനോട് പറയും ജലാൽ വരുന്നതിനെ പൊറാട്ട കൊണ്ടാന്നിട്ടിരുന്നു. അപ്പോൾ ജയേട്ടൻ ചോദിക്കുക അതെന്താടാ. ഞാൻ പറഞ്ഞു അതാകുമ്പോൾ ഒരു നേരം തിന്നാൽ 2 നേരം തിന്നിക്കില്ലേ, ദഹിക്കാണ്ട് കുറച്ച് വെള്ളം കുടിച്ചാടെ നിൽക്കാലോ. അങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നൊരു സെറ്റ് ആലോചിച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു അനുഭവം ഷാഫി പറഞ്ഞപ്പം കുറച്ച് ദിവസം മുന്നേ ഗൾഫിലെ റാബിന്റെ സായിന്റെ പരിപാടിക്ക് വന്നപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ശരിക്കും എന്റെ കണ്ണറിഞ്ഞില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അന്ന് ഏറെ ഐറ്റംസ് ആയി ഞങ്ങൾക്ക് വാങ്ങി തിന്നാൻ തന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ഇവനോട് പറയാ ഇന്ന് നമുക്ക് തിന്നാൻ ഇതെല്ലാം ഉണ്ട്. അന്ന് നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ പൊറാട്ട കിട്ടിയാൽ നല്ലത് 1.5 പൊറാട്ട ഒരാൾ തിന്നിട്ട് വൈകുന്നേരം വരെ ഇതിൽ പിടിച്ചിരിക്കുക. അന്നേരം നിസാർ മലയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഓൻ പൊറാട്ട കൊണ്ടാന്നിക്കില്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ പുറയിൽ കഞ്ഞി വാങ്ങിച്ചുകൊണ്ടിരുന്നു. കാരണം 2 ദിവസം കൊണ്ട് ആ പ്രദേശത്തുള്ള മൊത്തം വീട്ടുകാരെ കയ്യിലെടുത്ത് എന്നിട്ട് ആ പെർക്കാരോട് കഞ്ഞി വാങ്ങിക്കൊണ്ടിരുന്നൊക്കെ അങ്ങനെ വന്നവരാണ് ഞങ്ങൾ.